وسلام على عباده الذين اصطفى ما بعد رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും ബഹുമാനപരമായ സത്യവിശ്വാസികളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ സുഖലോക സ്വർഗത്തിൽ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ സകലമായ പാപങ്ങൾ ഈ മാസത്തിലൂടെ ഹക്കുകളുടെ നാഥനായ തോർത്തുനിന്ന് നമ്മെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ശിഷ്ടകാല ജീവിതം പാപരഹിതമായ ജീവിതം നയിക്കാനുള്ള തൗഫീഖ് നമുക്കും നാമുമായി ബന്ധപ്പെട്ടവർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. പ്രത്യേകിച്ചൊരു സഹോദരി സദസ്സിലേക്ക് ധാരാളമായിട്ടുള്ളവരുടെ ചെയ്യാൻ 500 രൂപ സംഭാവന നൽകിയിട്ട് അല്ലാഹു സ്വീകരിക്കട്ടെ. ആ സഹോദരി നമുക്ക് മരണപ്പെട്ടവർക്ക് മൗഫറത്തുള്ള റാഹത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ഖബർ ചെയ്യുന്ന അല്ലാഹു സുഖത്തിലും സന്തോഷത്തിലുമാക്കി കൊടുക്കട്ടെ. അവരെയും നമ്മയും അല്ലാഹു ജന്നാത്തുൽ നഈമിൽ ഒരുമിപ്പിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ. ചർച്ച ചെയ്യുന്ന വിഷയം വുദൂഇന്റെ രഹസ്യം. വുദൂഇന്റെ രഹസ്യത്തിൽ വുദൂഇന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും നമ്മൾ എന്തിനാണ് കഴുകുന്നത്, അതിന്റെ പ്രത്യേകതകളൊക്കെ നമ്മൾ പറഞ്ഞു, പഠിച്ചു, മനസ്സിലാക്കി. എന്താണ് വുദൂ കൊണ്ടുള്ള ഗുണം? ഒരു മനുഷ്യൻ വുദൂ ചെയ്യുമ്പോ അവൻ ബിസ്മി ചൊല്ലി വുദൂ ആരംഭിച്ച് അവന്റെ കൈ കഴുകി, അതുപോലെ തന്നെ അവന്റെ ശരീരത്തിന്റെ മറ്റു അവയവങ്ങളൊക്കെ കഴുകി അല്ലാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ അങ്ങനെ ചെയ്താൽ അല്ലാഹുവിന്റെ സ്വർഗം അവനിക്ക് ആസ്വദിക്കാൻ, അവന്റെ ദോഷങ്ങൾ പൊറുക്കാനൊക്കെ കാരണമാകും എന്നാണ് നമ്മളിപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് പഠിച്ചു മനസ്സിലാക്കിയത്. ഓരോ ശരീരത്തിന്റെ അവയവങ്ങൾ കഴുകുമ്പോ ആ അവയവങ്ങളുടെ പ്രത്യേകതയും അത് കഴുകിയാലുള്ള ഗുണങ്ങളാണ് നമ്മൾ നേരത്തെ പഠിക്കുന്നത്. എന്താണ് കൈ കഴുകിയാൽ, കാല് കഴുകിയാൽ എന്നൊക്കെ പറഞ്ഞു ഓരോരോ അവസ്ഥകൾ നമ്മൾ പറഞ്ഞു, പഠിച്ചു, മനസ്സിലാക്കി. മാത്രമല്ല വുദൂ ചെയ്തിട്ട് ബഹുമാനപ്പെട്ട ജുനൈദ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് രോഗം മാറി എന്ന് നമ്മൾ പറഞ്ഞു. ഒരുത്തന്റെ വുദൂ ശരിയാകാതെ അവൻ നമസ്കരിച്ചാൽ അവന്റെ ഖബറിൽ 100 ശിക്ഷകൾ ശിക്ഷിക്കും. അങ്ങനെ അവസാനം അവന് ഒരു ശിക്ഷയായി അത് കുറയ്ക്കുകയും അത് കാരണം അവന്റെ ഖബറിൽ തീയിനാൽ നിറക്കപ്പെടുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത്ര ഭാഗങ്ങളാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. അതിന്റെ ഇടയിൽ കഴിഞ്ഞ ആഴ്ച വുദൂഇന്റെ അവസാന ഭാഗം അവന്റെ കാല് കഴുകി. അവന്റെ കാല് കഴുകിയതിന് ശേഷം നമ്മളൊക്കെ ദുആ ചെയ്യാറുണ്ട്. വുദൂഇന്റെ അവസാനം 2 കൈയും കണ്ണും മേൽപോട്ട് ഉയർത്തി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീൻ വജഅൽനി മിനൽ മുതറബ്ബിരീൻ വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. ഈ ഒരു ദിക്ർ നമ്മുടെ ദുആ പിന്നെ വുദൂ കഴിഞ്ഞാൽ ചൊല്ലും ഇല്ലേ? ചൊല്ലൂലേ? നിങ്ങൾ ചൊല്ലലില്ലേ? ഈ ദുആ ചൊല്ലിയാൽ അവന്റെ ഗുണം എന്താണെന്നറിയോ? ഒരു മനുഷ്യൻ ശരിയായ രീതിയിൽ വുദൂ ചെയ്ത് ആ വുദൂവിന് ശേഷം ഈ പ്രാർത്ഥന നടത്തിയാൽ എന്താ പറയുന്ന പ്രാർത്ഥന? അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീൻ
തൗബ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളാക്കണം തമ്പുരാനെ. വജഅൽനി മിനൽ മുതതബ്ബിരീൻ, ശുദ്ധിയുള്ളവരുടെ കൂട്ടത്തിലും ഞങ്ങളാക്കണം റഹ്മാനെ. വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ, നിന്റെ സജ്ജനങ്ങളായ അടിമകളുടെ കൂട്ടത്തിലും ഞങ്ങളാക്കണം തമ്പുരാനെ. എന്താ ഭയങ്കര തൗബ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ എന്നാക്കണം. തൗബ ചെയ്യാന്ന് പറഞ്ഞാൽ പക്ഷാന്തരിച്ചു മടങ്ങുക. അല്ലാഹുവിന് ഒരു അടിമയെ കുറിച്ച് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്നറിയോ? അല്ലാഹുവിനോട് എപ്പോഴും ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ഒരു അടിമയാണ് അല്ലാഹു ഏറ്റവും ഇഷ്ടം. എപ്പോഴും പക്ഷാന്തരിച്ചു മടങ്ങുക. റബ്ബേ, ഞാൻ എന്റെ ദൗർലഭ്യ നിമിഷങ്ങളിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു അല്ലാഹ് എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ച തമ്പുരാന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തുന്ന, കൈകൾ ഉയർത്തുന്ന അടിമയെ അല്ലാഹു വല്ലാതെ ഇഷ്ടമാ. അപ്പൊ നമ്മുടെ വുദൂഇന് ശേഷം സുന്ദരമായി വുദൂ എടുത്തുകൊണ്ട് നമ്മൾ ദുആ ചെയ്യണം. അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീൻ, അല്ലാഹുവേ തൗബ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളാക്കണം തമ്പുരാനെ. വജഅൽനി മിനൽ മുതതബ്ബിരീൻ, നിന്റെ ശുദ്ധിയുള്ളവരുടെ കൂട്ടത്തിൽ ഞങ്ങളാക്കണം റഹ്മാനെ. വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ, നിന്റെ സജ്ജനങ്ങളായ അടിമകളുടെ കൂട്ടത്തിലും ഞങ്ങളാക്കണം റഹ്മാനെ. ഈ ദുആ ചെയ്യണം. ആര് വുദൂ ചെയ്ത ശേഷം ഈ ദുആ ചെയ്യണം. ഇങ്ങനെ ഒരു അടിമ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ അവർക്ക് എന്തെന്നറിയോ പ്രതിഫലം അല്ലാഹു നൽകുന്നത്? സ്വർഗ്ഗത്തിന് 8 കവാടങ്ങളുണ്ട്. ആ 8 കവാടങ്ങളിലൂടെ ഏത് കവാടത്തിലൂടെയും സ്വർഗ്ഗത്തിലേക്ക് കടന്നു ചെല്ലാൻ അവർക്ക് സൗഭാഗ്യമുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തായാലും ഒരു മനുഷ്യൻ വുദൂ ചെയ്ത് ഞാൻ ഈ പറഞ്ഞ ദുആ ഒരു വ്യക്തി ചൊല്ലിയാൽ അവന്റെ ജീവിതത്തിൽ നിത്യമാക്കി കൊണ്ടുവന്നാൽ അവർക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലം സ്വർഗ്ഗത്തിന് 8 കവാടങ്ങളുണ്ട്. ആ കവാടങ്ങളിലൂടെ ഏത് കവാടങ്ങളിലെയും സ്വർഗ്ഗത്തിന്റെ അകത്തളങ്ങളിലേക്ക് അവർക്ക് കടന്നു ചൊല്ലാനുള്ള സൗഭാഗ്യമുണ്ട്. ഈ ഒരു ദുആ മാത്രം പതിവാക്കിയാൽ മതി. വുദൂ ചെയ്യുന്ന ആളുകൾ നിരന്തരമായി ദുആ പതിവാക്കണം. ഈ ദുആ പതിവാക്കാൻ സ്വർഗ്ഗത്തിലെ 8 കവാടങ്ങളുണ്ട്. ആ കവാടത്തിലെ ഏത് കവാടത്തിലൂടെയും നമുക്ക് സ്വർഗ്ഗത്തിലേക്ക് കടന്നു ചൊല്ലാനുള്ള ഭാഗ്യം അവനെ കൊണ്ട് മാത്രമല്ല, ഈ ദുആ കഴിഞ്ഞതിന് ശേഷം നേരെ ശ്രദ്ധിക്കണേ, ഈ ദുആ വുദൂ എടുത്ത് ഒരു മനുഷ്യൻ ഈ ദുആ ചൊല്ലിയാൽ തന്നെ ഒരു കൂലി സ്വർഗ്ഗത്തിൽ 8 കവാടത്തിൽ എതിരേണ്ടിൽ കടന്നു ചെല്ലാം. ഇനി മാത്രമല്ല, ഈ ദുആവും കഴിഞ്ഞ് ആ വുദൂഇന് ശേഷം ഒരു മനുഷ്യൻ അവിടുന്ന് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ഈ സൂറത്ത് ഒരു പ്രാവശ്യം ചൊല്ലി നേരെ മനസ്സിലായിട്ടുണ്ട്. വുദൂ എടുത്ത് ഈ പ്രാർത്ഥനയിൽ നടത്തി ഈ സൂറത്തെങ്ങാനും ഒരു പ്രാവശ്യം അവൻ ചൊല്ലിയാൽ അവർക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലം എന്നറിയോ? അവർക്ക് സ്വാലിഹീങ്ങളോടുകൂടെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു ചെല്ലാൻ കഴിയും. അവൻ സ്വർഗ്ഗത്തിലേക്ക് പോകുമ്പോ അവന്റെ കൂട്ടുകാർ സ്വാലിഹീങ്ങളാണ്. എന്താ ഭാഗ്യം! വുദൂ എടുത്ത് ഈ ദുആ ചൊല്ലി ഒരൊറ്റ വട്ടം സൂറത്തുൽ മനുഷ്യൻ ഓതിയ അവന്റെ സൗഭാഗ്യമൊക്കെ സ്വാലിഹീങ്ങളാണ് അവന്റെ കൂടെ. അവന്റെ മുമ്പിലും പിമ്പിലും സൈഡിലും ബാക്കിലും ഒക്കെ സ്വാലിഹീങ്ങളാണ് അവന്റെ കൂട്ടുകാര്.
സ്വാലിഹീങ്ങളുടെ കൈ പിടിച്ചവന്റെ അവർക്ക് സ്വർഗത്തിന്റെ അകത്തളത്തിലേക്ക് കടന്നു ചെല്ലാൻ കഴിയും. ഒറ്റവട്ടത്തിൽ ആ സൂറത്ത് 2 പ്രാവശ്യമാണ് ഒരു മനുഷ്യൻ ചൊല്ലിയത്. ഈ സൂറത്ത് ഒരു മനുഷ്യൻ വുളൂഇന് ശേഷം 2 പ്രാവശ്യമാണ് ചൊല്ലിയതെങ്കിൽ രക്തസാക്ഷികളോടുകൂടെ അവർക്ക് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലാൻ കഴിയും. നിങ്ങള് രക്തസാക്ഷികളോടുകൂടെ അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ പടപെട്ടി ശഹീദായ ആ രക്തസാക്ഷികളുണ്ടല്ലോ, ആ ശുഹദാക്കന്മാരുണ്ടല്ലോ, അവരോടുകൂടെ വുളൂഅ് ചെയ്ത് ദുആയും ചെയ്ത് ഇന്നാ അൻസൽനാഹു സൂറത്ത് ഒരു മനുഷ്യൻ 2 തവണ ഓതിയാൽ അവർക്ക് രക്തസാക്ഷികളോടുകൂടെ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലാൻ കഴിയും. ഒരു വട്ടം ചൊല്ലിയ സ്വാലിഹീങ്ങളോടുകൂടെ സ്വർഗത്തിൽ കടക്കാം, 2 വട്ടം ചൊല്ലിയ രക്തസാക്ഷികളോടുകൂടെ സ്വർഗത്തിൽ കടക്കാം. ഇനിയോ ഒരു മനുഷ്യൻ 3 പ്രാവശ്യമാണ് ആ സൂറത്ത് ഓതിയത്. വുളൂഅ് ചെയ്തു, വുളൂഇന് ശേഷം അവൻ ദുആ ചെയ്തു. ആ ദുആ കഴിഞ്ഞ് ഇന്നാ അൻസൽനാഹു സൂറത്ത് ഒരു മനുഷ്യൻ 3 തവണ അവന്റെ വുളൂഇന് ശേഷം ഓതിയാൽ അവർക്കുള്ള സൗഭാഗ്യം എന്തെന്നറിയോ? അവർക്ക് പ്രവാചകന്മാരോടുകൂടെ സ്വർഗത്തിന്റെ അകത്തളങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ കഴിയും. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. എന്താ ഭാഗ്യം? 3 പ്രാവശ്യം ഒരാൾ ഇന്നാ അൻസൽനാഹു സൂറത്ത് ഓതിയാൽ അവർക്ക് പ്രവാചകന്മാരോടുകൂടെ സ്വർഗത്തിൽ കടന്നു ചെല്ലും. ജസ്റ്റ് 1 പ്രാവശ്യമെങ്കിലും ഇന്നാ അൻസൽനാഹു സൂറത്ത് ഓതാൻ സമയമില്ലാത്ത ഉമ്മമാരും സഹോദരിമാരുണ്ടാവില്ല. ഇത് കൊടുക്കുക, ഈ ദിക്റ് ചൊല്ലുക. ആ ദിക്റ് ചൊല്ലിയാൽ നമുക്ക് സ്വർഗത്തിന്റെ 8 കവാടങ്ങളും അവർക്ക് വേണ്ടി തുറക്കപ്പെടുന്ന മാത്രമല്ല, അതിന് ശേഷം ഇന്നാ അൻസൽനാഹു സൂറത്ത് ചെറിയ സൂറത്താ. ആ സൂറത്ത് ഒരു വട്ടമാണ് ഓതിയതെങ്കിൽ സ്വാലിഹീങ്ങളോടുകൂടെ, 2 പ്രാവശ്യമാണ് ഓതിയതെങ്കിൽ രക്തസാക്ഷികളോടുകൂടെ, 3 പ്രാവശ്യമാണ് ഒരുത്തൻ ഓതിയതെങ്കിൽ പ്രവാചകന്മാരോടുകൂടെ. ഇത്രയും വലിയ പദവിയുള്ള ഒരു സൂറത്താണ് അത് ഉപയോഗപ്പെടുത്തുന്നത്. എപ്പോഴെങ്കിലും ചൊല്ലിയ പോരാ, വുളൂഇന് ശേഷം അങ്ങനെ ചൊല്ലണം. അങ്ങനെ ഒരു മനുഷ്യന് വുളൂഅ് ചെയ്യുന്ന ഇത്രയൊക്കെ ഗുണങ്ങളുണ്ട്. ഇനി വുളൂഇന് നമ്മൾ എപ്പോഴും പഠിക്കുമ്പോഴൊക്കെ പറയാറുണ്ട്, വുളൂഇന്റെ ശരീരഭാഗങ്ങൾ കഴുകുമ്പോൾ കുറച്ച് കയറ്റി കഴുകണം. കാല് കഴുകുമ്പോൾ കുറച്ച് കയറ്റി കഴുകുക, കൈ കഴുകുമ്പോൾ കുറച്ച് കയറ്റി കഴുകുക, മുഖം കഴുകുമ്പോൾ ഒക്കെ അല്ലെ. എന്താണ് ഈ കയറ്റി കഴുകിയാനുള്ള ഗുണം? അല്ലെങ്കിൽ 3 പ്രാവശ്യം ചെയ്യാം അല്ലെ. ഇങ്ങനെയൊക്കെ ചെയ്താനുള്ള ഗുണം എന്താണ്? അങ്ങനെ ചെയ്താനുള്ള ഗുണം എന്ന് ഞാനൊരു ചരിത്രത്തിലൂടെ നിങ്ങൾ പറഞ്ഞത്. ബഹുമാനപ്പെട്ട ഫുളൈൽ റളിയല്ലാഹു അൻഹു ഭയങ്കര ഇബാദത്തുകാരനാണ്. ഫുളൈൽ എപ്പോഴും വുളൂ ആണ്, ദായിമായ വുളൂവോടുകൂടെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ദായിമോടുകൂടെ ജീവിക്കുന്ന ബഹുമാനപ്പെട്ട ഫുളൈൽ റളിയല്ലാഹു അൻഹു ഒരു ദിവസം എന്തോ തിരക്ക് കാരണം 3 പ്രാവശ്യം കഴുകാനുള്ള കൈ 2 പ്രാവശ്യം കഴുകിപ്പോയി. അങ്ങനെ 2 പ്രാവശ്യം കഴുകി ബഹുമാനപ്പെട്ട ഫുളൈൽ റളിയല്ലാഹു അൻഹു നമസ്കരിച്ചു. നമസ്കാരം കഴിഞ്ഞ് നമസ്കാരപ്പായിൽ ബഹുമാനപ്പെട്ട ഫുളൈൽ റളിയല്ലാഹു അൻഹു ഇങ്ങനെ കടന്നുറങ്ങുകയാ. ആ ഉറങ്ങുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഫുളൈൽ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് കടന്നു വരുന്നതാരാ? ഉറക്കത്തിൽ കടന്നു വരുന്നത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരികയാണ്. ബഹുമാനപ്പെട്ട ഫുളൈൽ റളിയല്ലാഹു അൻഹു നമസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ കടന്നുറങ്ങുന്ന സമയത്ത് ഹബീബായ തങ്ങളുടെ സ്വപ്നം കാണുകയാണ്. സ്വപ്നത്തിൽ വന്നുകൊണ്ട് ഹബീബായ തങ്ങളുടെ ഫുളൈലിയോട് ചോദിക്കുന്നല്ലയോ ഫുളൈലിയെ, എന്റെ ചര്യ നീ മറന്നുപോയോ? എന്താ ചര്യ? ഹബീബായ ചര്യ എന്താണ്? ഹബീബിന്റെ ചര്യ എന്തെന്നറിയോ? ശരീരഭാഗങ്ങളൊക്കെ 3 പ്രാവശ്യം കഴുകലാണ് സുന്നത്ത്. അതാണല്ലോ ഹബീബായ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്. മഹാനായ ഫുളൈൽ റളിയല്ലാഹു അൻഹു ഒരു ദിവസത്തിൽ 1 പ്രാവശ്യം 2 തവണ മാത്രമാണ് തടവിപ്പോയത്. അങ്ങനെ അദ്ദേഹം ചെയ്തു പോയി. ഉറങ്ങുന്ന സമയത്ത് ഹബീബായ തങ്ങൾ വന്നുകൊണ്ട് ചോദിക്കുന്നു, അല്ലയോ ഫുളൈലിയെ, എന്റെ ചര്യ നീ മറന്നുപോയോ? അവിടുന്ന് മഹാനാറുകളത് ആ സ്വപ്നത്തിൽ നിന്ന് പെട്ടെന്ന് എണീറ്റുകൊണ്ട് അന്ന് വിട്ട് ആലോചിക്കുകയാണ്.
ചര്യ മറന്നു പോയോ എന്നുള്ള ചോദ്യം എന്നോട് ചോദിച്ചതും എന്റെ സങ്കടത്തിലാക്കിയിരിക്കുകയാണ്, ദുഃഖത്തിലാക്കിയിരിക്കുകയാണ്. ഈ സങ്കടം കാരണം ബഹുമാനപ്പെട്ട ഫുളൈൽ റളിയല്ലാഹു അൻഹു അതിന് പ്രായശ്ചിത്തമായി 500 റക്അത്ത് മഹാനായ ഫുളൈൽ റളിയല്ലാഹു അൻഹു നമസ്കരിക്കുമായിരുന്നു. 500 റക്അത്ത്. എത്ര? ഒരു ദിവസത്തിൽ 500 റക്അത്ത് നമസ്കരിച്ച് ഒരു വർഷം മുഴുവൻ മഹാനായ ഫുളൈൽ റളിയല്ലാഹു അൻഹു ഈ വുദൂഇൽ 3ാമത്തെ പ്രാവശ്യം കഴുകിയില്ല എന്നുള്ള ഒരു സങ്കടത്തിന് വേണ്ടി മഹാനായ ഫുളൈൽ റളിയല്ലാഹു അൻഹു നീണ്ട ഒരു വർഷക്കാലം എല്ലാ ദിവസവും 500 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുമായിരുന്നു. ശരീരത്തിൽ ഒരു ഭാഗം 2 തവണ ഞാൻ കഴിയതുള്ളൂ എന്നുള്ള ആ സങ്കടത്തിന്റെ പേരിൽ മഹാനായ ഫുളൈൽ റളിയല്ലാഹു അൻഹു 500 റക്അത്ത് ഒരു ദിവസം, അങ്ങനെ ഒരു വർഷം മുഴുവൻ മഹാനായ ഫുളൈൽ റളിയല്ലാഹു അൻഹു നമസ്കരിച്ചു. അവന്റെ പുണ്യത്തെ നമുക്കതൊന്നും ചെയ്യുന്ന വിലയില്ലാത്തത് നമ്മളൊന്നും ആലോചിക്കാറില്ല. അവര് കൂല്യത്തിലൊന്നും ആലോചിച്ചു കാണും. അപ്പൊ ഒരു മനുഷ്യൻ ശരിയായ രീതിയിൽ അവന്റെ വുളൂ ചെയ്ത് ഓരോ ശരീരത്തിന്റെ ഭാഗങ്ങൾ അവന് കഴുകുമ്പോ, കൈ കഴുകുന്നത്, കാല് കഴുകുന്നതൊക്കെ ശരീരത്തിന്റെ മുന്നുകൈ കഴുകുമ്പോ സ്വർഗീയത്തിന്റെ പഴം ഭക്ഷിക്കാനാണ്, വായിൽ വെള്ളം കുടിക്കുന്നത് അല്ലാഹുവിനോട് സംസാരിക്കാനാണ്, മൂക്കിൽ വെള്ളം കഴിച്ചിരിക്കുന്നത് സ്വർഗത്തിന്റെ സുഗന്ധം അനുഭവിക്കാനാണ്, മുഖം കഴുകുന്നതോ അല്ലാഹുവിന്റെ വജഹ് നോക്കിക്കാണാനാണ്, 2 കൈ കഴുകുന്നത്, കൈമുട്ട് വരെ കഴുകുന്നത് സ്വർഗത്തിന് ആഭരണങ്ങൾ ധരിക്കാനാണ്, ഒരു മനുഷ്യൻ തലതടവുന്നത് കിരീടം വയ്ക്കാനാണ്, സ്വർഗീയ കിരീടം വയ്ക്കാനാണ്, ഒരു മനുഷ്യൻ ചെവി തടവുന്നത് അല്ലാഹുവിന്റെ സംസാരം കേൾക്കുവാനാണ്, അവന്റെ കാല് കഴുകുന്നത് സ്വർഗത്തിലൂടെ നടന്നു പോവാനാണ്. ഇങ്ങനെ ഉദ്ദേശത്തോടുകൂടെ ഇത്രയും ഫضീലത്തുണ്ട് എന്ന ഉദ്ദേശത്തോടുകൂടെ ഒരു മനുഷ്യൻ വുദൂ ചെയ്ത് അങ്ങനെ വുദൂവിന് ശേഷം അവൻ ഈ പ്രാർത്ഥന നടത്തിയ പ്രാർത്ഥന, اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين. ഈ പ്രാർത്ഥന നടത്തി അങ്ങനെ ഒരുത്തൻ പ്രാർത്ഥിച്ചാൽ സ്വർഗത്തിന്റെ 8 കവാടങ്ങളും അവനിക്കായി തുറക്കപ്പെടും. മാത്രമല്ല, ആ പ്രാർത്ഥനയ്ക്ക് ശേഷം സൂറത്ത് ഒരു തവണയാവൻ മോദിയതെങ്കിൽ സാലിഹീങ്ങളോടുകൂടെ അവനിക്ക് സ്വർഗത്തിൽ ചെല്ലാം. 2 തവണയാണ് അവൻ കഴുകിയത് സൂറത്ത് ചൊല്ലിയതെങ്കിൽ രക്തസാക്ഷികളോടുകൂടെ അവനിക്ക് സ്വർഗത്തിലേക്ക് ചെല്ലാം. 3 തവണയാണ് സൂറത്ത് പതിവാക്കിയതെങ്കിൽ പ്രവാചകന്മാരോടുകൂടെ അവനിക്ക് സ്വർഗത്തിൽ ചെല്ലാൻ കഴിയും. ഇനി മാത്രമല്ല, അവന്റെ കൈകാലുകൾ നീട്ടിക്കഴുകിയാലെങ്കിൽ 3 പ്രാവശ്യം ചെയ്താൽ ഒരുപാട് പ്രതിഫലമുണ്ടെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനേ, അല്ലാഹുവിന്റെ ജീവിതത്തിൽ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുമ്പോൾ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ വമിൻ ശർരി النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك
نازلة وبركة شاملة منا إلى حضرة روح نبينا وحبيبنا ومصطفانا ومنجينا وهدينا ومرشدنا وقرة أعيننا محمد صلى الله عليه وسلم ثم إلى أرواح أزواج الطاهرات أمهات المؤمنين ثم إلى أرواح مشارق الأرض إلى مغاربها صغيرهم وكبيرهم وذكر وأنثى كلهم يا رب العالمين. اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان ووفقنا فيه للصيام والقيام وتلاوة القرآن آناء الليل وأطراف النهار يا رب العالمين. اللهم بارك لنا في تعلمنا وتعليمنا وتدريسنا ودروعنا وسائر معاملات الدين والدنيوية والأخروية يا رب العالمين. اللهم بارك لنا في جميع أمورنا خصوصا في مجلسنا هذا بركة تامة كما باركت على عبادك الصالحين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.